നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി, എന്താ നീ കാണിച്ചേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എടി, നീ എന്തിനാ വെപ്രാളം പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നത്? നിനക്ക് എന്താ നീ വേണ്ടത്? ഡി, ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ വേണ്ടതെന്ന്? ഇദ്ദേഹം ഷഷ്ടിപൂർത്തി ചടങ്ങിന് പൂജ നടത്താൻ വന്ന സ്വാമിജിയല്ലേ? അതെ, ഞാൻ തന്നെയാണ് ഇവിടെ പൂജ നടത്തുന്നത്. സ്വാമിജി, അങ്ങേക്ക് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോവാണ്. നീ എന്താ പറഞ്ഞത്? സ്വാമിജിയോട് മടങ്ങി പോകാൻ നീ കൽപ്പിക്കുന്നോ? ഇദ്ദേഹം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ നിന്റെ ഈ ധിക്കാരം. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞതിനെ ധിക്കാരമായി ഒന്നും കണക്കാക്കരുത്. ഇദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കും. എന്റെ മനസ്സ് എന്നോട് ആവർത്തിച്ച് പറയുക. പിന്നെ നിന്റെ മനസ്സിൽ തോന്നുന്ന പോലെയല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതാരാണ്? ആരാ ഈ പെൺകുട്ടി? സ്വാമിജി, ഇതാണ് പാർവതി, വിശാലിന്റെ ഭാര്യ. സ്വാമിജി, ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. എന്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ തോന്നിയോ അതുപോലെ സംഭവിക്കും. അത് അച്ചട്ടാ. അങ്ങേക്ക് ഒരു തരത്തിലും ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ അങ്ങയോട് മടങ്ങി പോവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് ഒരിക്കലും ധിക്കാരമല്ല, ആത്മീയമല്ല, അപേക്ഷയാണ്. ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോണം. കുട്ടി, നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റും. നമുക്ക് ആപത്ത് സംഭവിക്കുമെന്ന് കരുതി നീ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ വേണ്ട. സ്വാമിജി പറഞ്ഞ കേട്ടല്ലോ, അദ്ദേഹത്തിനെ കാര്യങ്ങളൊക്കെ അറിയാം. നിന്റെ ഉപദേശമൊന്നും ഇവിടെ വേണ്ട. സ്വാമിജി പറഞ്ഞു. വരണം സ്വാമിജി. ആയിക്കോട്ടെ. വരൂ. വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന വിവരം സ്വാമിജി മനസ്സിലാക്കുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.